അപ്പം പഞ്ചായത്ത് ജെട്ടി. അപ്പം പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുന്ന സിനിമ മറിമായൻ ടീമിൻ്റെയാണ്. അതൊരു പ്രത്യേക ടീമാണ്. നമ്മൾ ഈ ഇതിനുള്ള പ്രത്യേകത എന്നുള്ളത് മറിമായം എന്ന ആക്ഷേപഹാസ്യ പരമ്പരയിലൂടെ നമ്മളെയൊക്കെ കുടുകൂടാ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ് മണികണ്ഠൻ പട്ടാമ്പി, അതുപോലെ എന്താ പറയുന്നത് സലീം ഹസൻ, അങ്ങനെ കുറച്ച് പേരുകളുണ്ട്. ഇത് മണി ഷോർണൂർ, നിയാസ് ബക്കർ, അതുപോലെ വിനോദ് കോവൂര്, സ്നേഹ ശ്രീകുമാർ, അതുപോലെ നമ്മളെ രചന നാരായണൻകുട്ടി, ഇവരൊക്കെ പണ്ടൊക്കെ ഈ ഇതിനകത്തൂടെയൊക്കെ വന്നിട്ടുള്ള വ്യക്തികൾ തന്നെ. അപ്പം അവരെല്ലാവരും കൂടെ ചേർന്ന് മറിമായൻ ടീം ഒരു സിനിമ എടുക്കുന്നു. മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും കൂടാണ് എൻ്റെ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ചിരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് തോന്നും. ഈ മറിമായം എനിക്ക് തോന്നുന്നു യാത്രകളൊക്കെ ഞാൻ പോകുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സൊക്കെ ഒന്ന് കലുഷിതമായിട്ടിരിക്കുമ്പോഴേ ഇവരുടെ കണ്ടു കഴിയുമ്പം ചിരിക്കാനൊക്കെ തോന്നും. കാര്യം നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു പഞ്ചായത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, ചില വീട്ടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ, നമ്മളെ കൂട്ടുകാർ തമ്മിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, അതിൻ്റെ ആക്ഷേപഹാസ്യമാണ് പലപ്പോഴും ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പം നിത്യജീവിതവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കും. നമ്മൾ എന്നും കാണുന്ന വ്യക്തികളും എന്നും കാണുന്ന സംഗതികളും ഒക്കെ ആയിരിക്കും ഇവരുടെ എന്താ പറയുന്നത് മറിമായത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഈ അഴിമതിക്കെതിരെ അവർ നടത്തുന്ന പോരാട്ടങ്ങൾ, അതുപോലെ ഒരു വെയിറ്റിംഗ് ഷെഡിലുണ്ടാകുന്നൊരു സംഭവങ്ങൾ, അതുപോലെ ഒരു വീട്ടുകളിലുണ്ടാകുന്ന സംഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മുടെ നിത്യജീവിതവുമായിട്ട് നമ്മൾ എന്നും കാണുന്ന, എപ്പോഴും നമുക്ക് പരിചിതനായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് മറിമായത്തിൽ തോന്നും. അപ്പം അവരുടെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കും. പിന്നെ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് പരസ്യം എല്ലാം കൂടെ ചേർന്ന് 10-20 മിനിറ്റ് എടുത്താൽ മതി ഒരു മറിമായൻ ടീം ഒരു TV പരിപാടിയാകുമ്പോൾ. പക്ഷേ ഇത് സിനിമ 2 മണിക്കൂറിന് മുകളിലുള്ള ഒരു സിനിമ, അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഉപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു അവർ വിചാരിച്ച കാര്യം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റേത് എന്ന് പറയുമ്പോൾ മറിമായത്തിനും ഇതുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ മറിമായത്തിന് 20 മിനിറ്റ് കൊണ്ടാവുന്ന ഒരു കഥ മതി. ഇത് അങ്ങനെയല്ല. മറിമായം ടീം ഒരു സിനിമ എടുക്കുന്നു, പഞ്ചായത്ത് ജെട്ടി എന്നാണ് പേര്. അപ്പം ഈ ഒരു കായലായിട്ട് ചുറ്റപ്പെട്ട്, കായൽ ചുറ്റിലും വെള്ളം ചുറ്റപ്പെട്ട് ഒരു ഗ്രാമപ്രദേശം, അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. അവിടെ സാധാരണ എന്തായിരിക്കും പഞ്ചായത്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും കാണും. സ്വാഭാവികമായിട്ട് പഞ്ചായത്തിൽ നടക്കുന്ന കഥകളെല്ലാം മിക്കവാറും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഫൈറ്റ് തന്നെയായിരിക്കുമല്ലോ വിഷയം. അതിനകത്ത് ജനസമ്മതനമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ഭരണപക്ഷം, അത് സലീം ഹസന് അത് അവതരിപ്പിക്കുന്ന കഥാപാത്രം, പട്ടാമ്പി മണികണ്ഠൻ പട്ടാമ്പി പ്രതിപക്ഷമാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള ചില സ്പർദ്ധകളും ഒരു കൂട്ടർ ഉണ്ടാക്കുമ്പോൾ ഒരു കൂട്ടർ അതിനെതിരെ വരുന്നു, അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള രസകരമായ സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്തും പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വളരെ രസകരമായി അവർക്ക് പറയാനും പറ്റിയിട്ടുണ്ട്. കാര്യം വർഷങ്ങളായിട്ട് ഈ മറിമായത്തിലൂടെ അവർ ഉണ്ടാക്കിയെടുത്ത ഇമേജ് സംരക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഊറച്ചിരിക്കാൻ പറ്റും. അങ്ങ് പൊട്ടിച്ചിരിക്കുന്ന മുഹൂർത്തങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ്. നമുക്ക് ചിരിക്കാം, അതുപോലെ ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു ചിത്രം തന്നെയാണ് പഞ്ചായത്ത് ജെട്ടി. മുകളിലേക്ക് ലെവലിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, ഒരു ചെറിയ ചിത്രം, ശുദ്ധമായ രീതിയിൽ, ശുദ്ധമായ ആശയം, വലിയ അശ്ലീലം ഒന്നും പറയാതെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അതുപോലെ മണികണ്ഠൻ പട്ടാമ്പി, അതുപോലെ സലീം ഹസനും ചേർന്നാണ് രചനയും പിന്നെ സംവിധാനമൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. അവർക്ക് ആദ്യത്തെ ചിത്രമാണല്ലേ അത്. പിന്നെ എനിക്കൊന്ന് മറിമായമൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് കാണുമായിരിക്കാം. പക്ഷെ സിനിമയെന്ന് പറയുമ്പം രണ്ടും രണ്ട് തലങ്ങളിലാണ്. അപ്പം
മറ്റേത് നമ്മൾ ടി വി ചാനലുകളിൽ ടി വിയിൽ വരുമ്പോൾ കാശ് കൊടുക്കില്ലാതെ നമ്മളിരുന്ന് കുത്തിയിരുന്ന് വീട്ടിലിരുന്ന് കാണാം. പക്ഷെ സിനിമയെന്ന് പറയുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് അങ്ങോട്ട് പോയിരുന്ന് കാണണം, നമ്മുടെ സമയം ഉണ്ടാക്കി നമ്മൾ പോയി കാണും. തമ്മിലുള്ള വ്യത്യാസം അതാണ്. പക്ഷെ അതിൽ അവർ വിജയിച്ചു എന്ന് തന്നെ തോന്നുന്നു. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വിജയിക്കേണ്ട അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കഥകൾ കണ്ടിട്ടുണ്ട്. ഈ സത്യൻ അന്തിക്കാടിൻ്റെ ചിത്രങ്ങളിലെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കാണാം. അതുപോലെ ഈ പഞ്ചായത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ പഞ്ചവടിപ്പാലം നമുക്ക് ഓർമ്മ വരും. നെടുമുടി വീണ്ടും സുകുമാരിയും അതുപോലെ ഭാരത് ഗോപി എല്ലാം കൂടെ അഭിനയിച്ചൊരു പഞ്ചവടിപ്പാലം അല്ലേ, അതാണ് നമ്മൾ ഈ പഞ്ചായത്ത് എന്ന് കേൾക്കുമ്പോൾ. അതുപോലെ നമ്മുടെ സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ, മോഹൻലാൽ ടീമിനകത്തുള്ള ശുദ്ധമായ ഹാസ്യവും ഒരു പഞ്ചായത്തിലും അല്ലെങ്കിൽ നാട്ടുംപുറത്തും ഒക്കെ നടക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ മറിമായം ടീം എന്ന് പറയുമ്പം മറിമായം കാണാത്തവരായി എനിക്ക് തോന്നുന്നു ആരും ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ടി വി പ്രേക്ഷകരെല്ലാം മറിമായം കാണുന്നവരാണ്. പിന്നെ കഥാപാത്രങ്ങളെല്ലാം അതുകൊണ്ട് നമുക്ക് പരിചിതമാണ്. പക്ഷെ ഇവരുടെ ഒന്നും കൃത്യമായിട്ട് പേര് എന്താണെന്ന് നമുക്കറിയില്ല. ഉണ്ണി അങ്ങനെയൊക്കെയാണ്. പിന്നെ നിയാസ് ബക്കറിൻ്റെ, പിന്നെ വിനോദ് കോവൂര്, അങ്ങനെയൊക്കെയുള്ള വ്യക്തിയെ നമുക്കറിയാം. അവരൊക്കെ പ്രസ്തുതരുമാണ്. പല സിനിമയിലൊക്കെ വിനോദും ഒക്കെ അവതരിപ്പിച്ച നിയാസായാലും റിയാസായാലും, പിന്നെ മണി ഷൊർണൂര്, ഉണ്ണി ചെറുവത്തൂർ. ഉണ്ണി ചെറുവത്തൂർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര് അത് തന്നെയാണെന്ന് തോന്നുന്നു, ഉണ്ണി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം ഇവരുടെ പേര് എനിക്ക് കൃത്യമായിട്ടല്ല. സലീം ഹസൻ എന്ന് പറയുന്ന പേര് ഞാനിത് നോക്കിയ സിനിമയുടെ പോസ്റ്ററിനകത്ത് നമുക്കറിയാം. മണി ഷൊർണൂർ, മണികണ്ഠൻ പട്ടാമ്പി അറിയാം. ഇവരുടെ രണ്ടുപേരും ആ പോസ്റ്ററിൽ നമുക്ക് കണ്ടു. ബാക്കി അവരുടെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ സ്നേഹ, രചന നാരായണൻ കുട്ടിയൊക്കെ എനിക്ക് തോന്നുന്നു രചന നാരായണൻ കുട്ടിക്ക് കിട്ടിയ ഒത്തിരി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടും കിട്ടിയ നല്ലൊരു റോള് തന്നെയാണിത്. അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ രചനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. രചന നാരായണൻകുട്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പഞ്ചായത്ത് ചിട്ടിയിലെ കഥാപാത്രം നമുക്ക് ഓർമ്മ വരും അല്ലേ, ഓർമ്മ വരും. അതുപോലെ സലീം ഹസനും നന്നായിട്ട് അവതരിപ്പിക്കും, നായിക കഥാപാത്രം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമല്ലോ. മണികണ്ഠൻ പട്ടാമ്പിയും ഒക്കെ അവർ നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ചിത്രം എന്നുള്ള രീതിയിൽ കാണരുത്. നമുക്ക് ഒന്ന് ഊർച്ചിരിക്കാം, ഒന്ന് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു പഞ്ചായത്ത് നടക്കുന്ന നമുക്ക് പരിചിതമായ രീതിയിലുള്ള കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് പഞ്ചായത്ത് ചിട്ടി. എല്ലാവരും പോയി കാണണം. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ പണം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വലിയ ലെവലിലൊന്നും അല്ലായിരുന്നു ചിന്തിച്ചത്. ഈ മറിമായ ടീമിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് തന്നെയാണ്. പക്ഷെ അതെനിക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും പോയി കാണുക. ശുദ്ധമായ ഹാസ്യം. നമുക്ക് നാട്ടിൻപുറത്ത് നടക്കുന്ന സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഞാൻ ഇതിനകത്ത് ഛായാഗ്രഹണം മറ്റേതുള്ള കാര്യങ്ങൾ, സംഗീതം, ഇതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടി എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ എൻ്റെ അഭിരുചി ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരും പോയി കാണുക. കണ്ടതിന് ശേഷം ചെറിയ ചിത്രമാണ് അത് വിജയിപ്പിക്കുക അല്ലേ. പുതിയ ആൾക്കാർ വരട്ടെ. അപ്പം അതിനുവേണ്ടി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. അപ്പം ചെറിയ ചിത്രങ്ങൾ, നല്ല ചിത്രങ്ങൾ വിജയിപ്പിക്കുക. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.